പോയിന്റ് സ്റ്റാർട്ടറിനെ പറ്റിയിട്ടാണ്. 3-point സ്റ്റാർട്ടറിന്റെ ഒരു ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചിട്ടേക്കുന്നത്. അപ്പോൾ 3-point സ്റ്റാർട്ടർ എവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടോഴ്സിലാണ് 3-point സ്റ്റാർട്ടർ യൂസ് ചെയ്യുക. ഒരു മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആർമേച്ചർ കോയിൽ ഉണ്ടാവും, ഒരു ഫീൽഡ് കോയിൽ ഉണ്ടാവും. നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് ആർമേച്ചർ കോയിലിലൂടെ സപ്ലൈ കടന്നു പോകും. ആർമേച്ചർ കോയിൽ ഒരു മാഗ്നറ്റായിട്ട് മാറും. തൊട്ടടുത്തിരിക്കുന്ന ഫീൽഡ് കോയിലിലേക്ക് സപ്ലൈ കടന്നു പോകും. ഫീൽഡ് കോയിൽ മാഗ്നറ്റായിട്ട് മാറും. നമ്മുടെ ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിനാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആർമേച്ചർ കോയിൽ നമ്മുടെ ഫീൽഡ് കോയിലിൽ നിന്നുള്ള മാഗ്നറ്റിസത്തിന്റെ അട്രാക്ഷനും റിപ്പൽഷനും കൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യും. ഇനി റേറ്റഡ് കറണ്ട് ഇത്രയെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മോട്ടർ ഇനിഷ്യലി നമ്മൾ നേരിട്ട് സപ്ലൈയിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആർമേച്ചർ കോയിൽ റേറ്റഡ് കറണ്ടിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ഒരു കറണ്ട് വലിച്ചെടുക്കുകയും അത് ഡാമേജ് ആയി പോവുകയും ചെയ്യും. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്പി ചുരുളാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ അടുത്തിരിക്കുന്ന ഫീൽഡ് കോയിൽ കമ്പി ചുരുളാണ്. അപ്പോൾ ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ ആപ്ലിക്കാബിളാവുക. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് ഒരു ആർമേച്ചർ കോയിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ആർമേച്ചർ കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു EMFനെയാണ് പറയുക ബാക്ക് EMF. അപ്പോൾ നേരിട്ട് ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നേരിട്ട് സപ്ലൈ കൊടുത്താൽ ഇതിനൊരു ഡാമേജ് സംഭവിക്കില്ല. കാര്യം അകത്തേക്ക് കൊടുക്കുന്ന സപ്ലൈയെ പുറത്തേക്ക് വരുന്ന സപ്ലൈ എന്ത് ചെയ്യും, ബാക്ക് ചെയ്യുന്നുണ്ട്, ബാക്ക് EMF വരുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ കറണ്ട് അകത്തേക്ക് കടന്നു പോകില്ല. പക്ഷേ ഇത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന സമയത്ത് നോ ലോഡ് കണ്ടീഷനിൽ നമ്മൾ നേരിട്ട് ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റഡ് കറണ്ടിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കറണ്ട് ആർമേച്ചറിലേക്ക് ഒഴുകി വരികയും ആർമേച്ചർ ഡാമേജ് ആയി പോവുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അത് തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് 3-point സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. 3-point സ്റ്റാർട്ടറിന്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ വരച്ചിട്ടേക്കുന്നത്. 3-point സ്റ്റാർട്ടർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിനെ ഡയറക്റ്റ് വന്ന് കയറി ഒരു ഓവർലോഡ് റിലീസ് ഒരു ഷാഫ്റ്റിലൂടെ കുറച്ച് റെസിസ്റ്റൻസ് വഴിയാണ് നമ്മളുടെ ആർമേച്ചർ കോയിലിലേക്ക് ഈ ഒരു വൈദ്യുതി എത്തുക. അതേസമയം തന്നെ നമ്മളുടെ ഫീൽഡ് കോയിലിലേക്ക് വൈദ്യുതി എത്തുന്നത് നമ്മളുടെ ഈ അയൺ ബാർ വഴിയാണ്. ഈ അയൺ ബാറിന് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്, അതായത് ഷാഫ്റ്റ് ഈ അയൺ ബാറിലും ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ഓരോ സ്റ്റഡിലും ടച്ച് ചെയ്തിട്ടാണ് ഇവിടേക്ക് വരിക. അപ്പോൾ നമ്മൾ ഓഫ് പൊസിഷനിൽ നിന്ന് ഓണിലേക്ക് ആക്കി കഴിഞ്ഞാൽ അയൺ ബാറിൽ നമ്മളിത് ടച്ച് ചെയ്തിട്ട് ഫേസ് ലൈൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നോർമൽ റിലീസ് കോയിൽ വഴി നമ്മളുടെ ഫീൽഡ് വൈൻഡിങ് വഴി ഗ്രൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുക. അതേസമയം നമ്മുടെ ആർമേച്ചർ കോയിൽ കംസ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിലൂടെ കറണ്ട് കുറച്ച് മാത്രമേ കടന്നു പോകുള്ളൂ. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ ആർമേച്ചറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ പ്രതിരോധിച്ച് നിർത്തുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. അങ്ങനെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഷാഫ്റ്റ് ഓരോ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ട് ലൈൻ വോൾട്ടേജ് ഡയറക്റ്റ് കമ്മിങ് കോണ്ടാക്ട് ചെയ്തത് ആർമേച്ചർ കോയിൽ. അതുകൊണ്ട് തന്നെ ഫുൾ സ്പീഡിൽ കറങ്ങി തുടങ്ങുമ്പോൾ അവിടെ ബാക്ക് EMF ഉണ്ടാവും. ലൈൻ വോൾട്ടേജിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഇനിയുള്ള സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, പെട്ടെന്ന് കറണ്ട് പോയാൽ നമ്മളുടെ ഈ ഷാഫ്റ്റ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കറണ്ട് പോയിട്ട് വരുമ്പോഴേക്കും ഡയറക്റ്റ് കോണ്ടാക്ട് നമ്മുടെ ആർമേച്ചറിലേക്ക് വരും. അപ്പോൾ ഇത് കറങ്ങാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം റേറ്റഡ് കറണ്ടിനെക്കാട്ടി കൂടുതൽ കറണ്ട് അതിനകത്തേക്ക് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സാധ്യത മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വോൾട്ട് റിലീസ് കോയിലാണ്. ഇവിടെ ഈ ഷാഫ്റ്റ് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോ വോൾട്ട് റിലീസ് കോയിലിന്റെ ഒരു അട്രാക്ഷൻ മൂലമാണ് നമ്മളുടെ ഈ ഒരു ഹാൻഡിൽ നമ്മുടെ ഈ പൊസിഷനിലേക്ക് ഇരിക്കുന്നത്. സപ്ലൈ പോയി കഴിഞ്ഞാൽ ഈ നോ വോൾട്ട് റിലീസ് കോയിൽ ഡീആർട്ടൈസ് ആവുകയും ഡീമാഗ്നറ്റൈസ് ആവുകയും ഈ ഒരു സ്പ്രിങ്ങിന്റെ ടെൻഷനിൽ ഈ ഷാഫ്റ്റ് ഇതിലേക്ക് ഓഫ് പൊസിഷനിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇനിയുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓവർലോഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളുടെ ഈ സ്റ്റാർട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. ഓവർലോഡ് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാഗ്നറ്റ്, ഈ ഒരു കോയിൽ മാഗ്നറ്റൈസ് ആവുകയും നമ്മുടെ ഈ ഒരു അയൺ ബാറിനെ മുകളിലേക്ക് പുള്ളുകയും ചെയ്യും. അങ്ങനെ ഇത് തമ്മിൽ കോണ്ടാക്ട് വരികയും ഫേസ് ലൈൻ ഇതിലേക്ക് വന്നിട്ട് ഡയറക്റ്റ് ഷോർട്ട് ആവുകയും, അതായത് നോ വോൾട്ട് റിലീസ് കോയിലിലേക്ക് നമ്മുടെ ഫേസ് കടക്കുക. അപ്പോൾ നോ വോൾട്ട് റിലീസ് കോയിൽ ഡീമാഗ്നറ്റൈസ് ആവുകയും ഷാഫ്റ്റ് തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ നോ വോൾട്ടിന്റെ സമയത്ത്, അതായത് കറണ്ട് പോയിട്ട് വരുന്ന സമയത്തും ഓവർലോഡ് വരുന്ന സമയത്തും നമ്മളുടെ ഈ ഒരു ഡിവൈസ് നമ്മുടെ മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നു.